വേടൻ വേടൻ വേടൻ. ഇപ്പം ടി വി തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പേരാണ് ഹിരൺദാസ് മുരളി എന്നറിയപ്പെടുന്ന വേടൻ്റേത്. തൻ്റെ പാട്ടുകളിലെ മൂർച്ചയേറിയ വാക്കുകളും ആശയങ്ങളും കൊണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ ഉള്ളിലെ പൗരബോധത്തെ ഉണർത്തിയൊരു വ്യക്തിയാണ് വേടൻ. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും എക്സൈസ് ഓഫീസർമാർ പിടിച്ചെടുക്കുകയുണ്ടായി. ഈ സമയത്താണ് പുലിപ്പല്ല് ലോക്കറ്റാക്കി ഇട്ടിട്ടുള്ളൊരു മാല വേടൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എക്സൈസുകാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ 6 ഗ്രാം കഞ്ചാവ് 9 പേരുടെ കയ്യിൽ നിന്നായിട്ട് കിട്ടിയ കേസ് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ്. പക്ഷെ ഇത് വേടനായതുകൊണ്ട് പോലീസുകാരും മാധ്യമങ്ങളും എല്ലാം കൂടെ അങ്ങ് ആഘോഷിച്ചു. ഈ കഞ്ചാവിൻ്റെ കേസിനേക്കാളും വേടന് കുരുക്കായിട്ട് മാറിയത് പുലിപ്പല്ല് കിട്ടിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 16C പ്രകാരം വനം വകുപ്പിൻ്റെ സംരക്ഷണ ലിസ്റ്റിലുള്ള ഒരു മൃഗത്തെ വേട്ടയാടുകയോ കൊല്ലുകയോ വിഷം നൽകുകയോ അതിൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം കൈവശം വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി വനം വകുപ്പിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഏതൊരു വ്യക്തിയാണോ പിടിക്കുന്നത് ആ വ്യക്തിക്ക് 3 മുതൽ 7 വർഷം വരെ തടവും പെനാൽറ്റിയും കിട്ടിയേക്കാവുന്നതാണ്. ഇവിടെ വേടൻ്റെ ഈ കേസിലേക്ക് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തൻ്റെ ഒരു ആരാധകൻ ഈ പുലിപ്പല്ല് ഗിഫ്റ്റ് തന്നാണെന്നും അതിനുശേഷം തൃശ്ശൂരുള്ളൊരു ജ്വല്ലറിയിലേക്ക് പോയിട്ട് ഒരു ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്തൊരു മാലയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ഹിൽ പാലസ് പോലീസിന് വേടൻ കൊടുത്തിരിക്കുന്ന മൊഴി. ഇവിടെ വേടനെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു കൂട്ടം ആളുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല, അത് നമ്മളെ നശിപ്പിക്കും, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം എന്ന് വേടൻ പറയുന്നുണ്ട്. ഡ്രഗ്സ് ഉപേക്ഷിക്കണം, അത് ഉപയോഗിക്കരുത്, അത് നമ്മളെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതേ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് കിട്ടിയതുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ വേടനെ തെരഞ്ഞു പിടിച്ച് സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേടൻ്റെ പാട്ടിലെ ഓരോ വരികളും ഈ നാട്ടിലെ തെറ്റായ രാഷ്ട്രീയത്തിനും തെറ്റായ രാഷ്ട്രീയക്കാർക്കുള്ള മറുപടിയാണെന്നും അതുകൊണ്ട് വേടനെ പൂട്ടാനായിട്ട് നോക്കിയതാണെന്നും അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, കൂറ് കെട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും, വാളെടുത്തവൻ്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. വേടൻ്റെ പാട്ടിലെ മൂർച്ചയേറിയ ഇതുപോലത്തെ ഓരോ വരികളും ഉറങ്ങിക്കിടക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെയും സാമൂഹിക നീതിബോധത്തെ ഉണർത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ വേടനെ പൂട്ടാൻ നോക്കിയതിലും അത്ഭുതമൊന്നുമില്ല. കോടതിയിൽ വെച്ച് വേടന് ജാമ്യം കിട്ടാതിരിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാവുന്നത്ര ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇവരുടെ ഈ ഉത്സാഹമൊന്നും പണ്ട് മോഹൻലാലിനെ ആനക്കൊമ്പിൻ്റെ കേസ് പിടിച്ചപ്പോൾ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലാത്ത ഈ സാഹചര്യത്തിൽ വേടൻ്റെ കയ്യിലുള്ള പുലിപ്പല്ല് ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിയിക്കാൻ ഇതുവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കായിട്ടില്ല. വനം വകുപ്പിന് കനത്ത തിരിച്ചടിയാകുന്ന ഒരു പ്രതികരണമാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. 2011 ഇതുപോലെ എറണാകുളം തേവരയിലുള്ള മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു സംഘം റെയ്ഡിനെത്തുന്നു. റെയ്ഡിനിടയ്ക്ക് ഈ സംഘം മോഹൻലാലിൻ്റെ വീട്ടിലെ മേശയ്ക്കടുത്തുനിന്ന് 2 ആനക്കൊമ്പുകൾ കണ്ടെടുക്കുന്നു. മൊത്തം 4 ആനക്കൊമ്പുകൾ അവർ ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ആദായ നികുതി വകുപ്പ് ഒട്ടും സമയം കളയാതെ തന്നെ വിവരം വനം വകുപ്പിനെ അറിയിക്കുന്നു. സാധാരണ നമ്മൾ ഈ വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കൈവശം വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് വേണം. അല്ലാതെ നമ്മളിത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 16C പ്രകാരം കുറ്റകരമാണ്. പക്ഷേ അന്ന് ഇത് കണ്ടെടുക്കുമ്പോൾ, അതായത് 2011 ഓഗസ്റ്റിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് തന്നതാണെന്നാണ്. 2011 നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് പുറമെ 1 വർഷം കഴിഞ്ഞ് 2012 മോഹൻലാലിനെ 1-ാം പ്രതിയാക്കി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് തന്നെ തനിക്ക് ആനക്കൊമ്പ് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും അതിനുശേഷം അനുമതി ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പം ലൈസൻസ് കൈവശം ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസ് ഇനി നിലനിൽക്കില്ല എന്നും ഈ കേസ് അവസാനിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പെരുമ്പാവൂർ കോടതിക്ക് അപേക്ഷ നൽകി. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. മോഹൻലാലിൻ്റെ ഈ അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയും മോഹൻലാലിനെതിരായുള്ള പെരുമ്പാവൂർ ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ കേസിൻ്റെ തുടരന്വേഷണങ്ങളും നടപടികളും സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിറക്കുന്നു. സത്യത്തിൽ വേടൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇരട്ട നീതിയല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. പ്രിവില്ലേജ് ഉള്ളവരെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുകയും ഉയർന്നു വരുന്നവനെ കാണുമ്പോൾ മുഷ്ടി ചുരുട്ടുകയും ചെയ്യുന്ന ഈ ഇരട്ട നീതി സത്യത്തിൽ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറ. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.